BSNL വൻ തിരിച്ചടി. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ പ്രതിമാസ റിപ്പോർട്ട് പുറത്ത്. മുൻ മാസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പുതിയ വരിക്കാരെ നേടുന്നതിൽ BSNL നേരിട്ടത് വലിയ തിരിച്ചടിയാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ പ്രതിമാസ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2025 ഡിസംബറിലെ ടെലികോം സബ്സ്ക്രിപ്ഷൻ ഡാറ്റയാണ് ട്രായ് ഇപ്പോൾ പുറത്തുവിട്ടതും. മുൻ മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഡിസംബറിലെ റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പുതിയ വരിക്കാരെ നേടുന്നതിൽ BSNLന് ഡിസംബറിൽ തിരിച്ചടി ഉണ്ടായി എന്നാണ്. VIക്കൊപ്പം വരിക്കാരെ നഷ്ടമായ കമ്പനികളുടെ പട്ടികയിൽ ഇത്തവണ BSNLും ഇടം പിടിച്ചിരിക്കുകയാണ്. 2025 ഡിസംബറിൽ ഏറ്റവും അധികം വയർലെസ് വരിക്കാരെ സ്വന്തമാക്കിയത് എയർടെലാണ്. പുതിയ വരിക്കാരെ നേടുന്നതിൽ ജിയോ എയർടെലിന് പിന്നിലാണ് എന്നതും ശ്രദ്ധേയമാണ്. ഡിസംബർ 31 വരെയുള്ള കണക്ക് പ്രകാരം എയർടെലിന് ഡിസംബറിൽ പുതുതായി 5.43 ദശലക്ഷം വയർലെസ് വരിക്കാരെയാണ് ലഭിച്ചത്. റിലയൻസ് ജിയോയ്ക്ക് ഇതേ കാലയളവിൽ പുതുതായി സ്വന്തമാക്കാനായത് 2.96 ദശലക്ഷം വരിക്കാരെയാണ്. അതേസമയം VIക്കും BSNLനും വരിക്കാരെ നഷ്ടമായ കണക്കാണ് ഡിസംബറിൽ പറയാനുള്ളത്. ഡിസംബറിൽ BSNLന് 2,06,797 വയർലെസ് വരിക്കാരെയാണ് നഷ്ടമായത്. മറ്റൊരു പൊതുമേഖലാ കമ്പനിയായ MTNLന് 2,587 വരിക്കാരെയും നഷ്ടമായിട്ടുണ്ട്. ഡിസംബറിന് മുമ്പുള്ള 4-5 മാസം BSNL പുതിയ വരിക്കാരെ നേടുന്നതിൽ ജിയോയ്ക്കും എയർടെലിനും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ഡിസംബറിൽ പുതിയ സിം കാർഡ് നൽകുന്നതിൽ ചില തടസ്സങ്ങളും BSNL നേരിട്ടു. ഉപയോക്താക്കളുടെ ഡീറ്റെയിൽസ് ശേഖരിക്കുന്നതിനും സിം അഭ്യർത്ഥനകൾ പ്രോസസ്സ് ചെയ്യുന്നതിനും BSNL ജീവനക്കാർ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനായ സഞ്ചാർ ആധാർ ഓഫ്ലൈൻ ആയതിനെ തുടർന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കുടിശ്ശിക തീർക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആപ്പിന്റെ ഡെവലപ്പറായ ഇൻഡൻസ് എന്ന സ്വകാര്യ കമ്പനി നവംബർ 30-ന് അർദ്ധരാത്രിയിൽ സേവനങ്ങൾ നിർത്തിവെക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അതോടെ ഡിസംബറിൽ BSNL സിം വിതരണം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.